പഠനാവശ്യത്തിന് അമ്മയുടെ വീട്ടിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു 10ാം ക്ലാസ്സുകാരനുണ്ട് ചൂരൽമലയിൽ. സഞ്ജിത് യൂസഫ്, അതായത് സച്ചു. മാതാപിതാക്കളും സഹോദരിമാരും വല്യുപ്പയും വല്യുമ്മയും അടക്കം കുടുംബത്തിലെ 11 പേരെയാണ് സച്ചുവിന് നഷ്ടപ്പെട്ടത്. 5 പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തി. 6 പേരെ ഇനിയും കാണാനുണ്ട്. സ്നേഹത്തോടെ തന്നോട് കുറുമ്പ് കാട്ടിയിരുന്ന അനിയത്തിമാരായ ലച്ചുമോളും സനമോളും ഇനിയില്ലെന്ന യാഥാർത്ഥ്യം സച്ചുവിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ഉമ്മ ഉമ്മു ഹബീബയും ഉപ്പ അബ്ദുൽ സലാമും അനിയത്തിമാരുമെല്ലാം ദുരന്തമുണ്ടായതിന്റെ തലേന്ന് രാത്രി സച്ചുവിനെ വിളിച്ച് ഏറെ നേരം സംസാരിച്ചിരുന്നു. ഉപ്പയുടെ സഹോദരിയും കുടുംബവും വീട്ടിൽ വിരുന്നു വന്ന സന്തോഷം പങ്കുവച്ചു. മഴയാണെന്നും വീട്ടിൽ നിന്ന് താമസം മാറേണ്ടി വരുമെന്നും പറഞ്ഞെങ്കിലും മാറാനായില്ല. ഞാനന്ന് ചില്ലിയോടെ 10ാം ക്ലാസ് ആയതുകൊണ്ട് അമ്പലയിലേക്ക് ചേർന്നതാണ്. രാത്രി വീട്ടിൽ നിന്ന് വിളിക്കലുണ്ട്, ദിവസവും വിളിക്കലുണ്ട്. വിളിച്ചപ്പോൾ ചൂരമലയ്ക്ക് മാറാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ മാറിയിട്ടില്ല. അവിടെ നിന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാനന്ന് പൊലിച്ചക്ക് 1:30 അറിഞ്ഞത്. ഒരു എൻ്റെ ഉപ്പാൻ്റെ താത്ത വിളിച്ചിരുന്നു, പിന്നെ പൊട്ടുണ്ട് സൗണ്ട് കേട്ടിരിക്കണ പറഞ്ഞിട്ട്. അപ്പോൾ അപ്പോൾ മുതൽ വിളിക്കാൻ തുടങ്ങിയതാണ്. ഫോൺ സ്വിച്ച്. ദുരന്തമുണ്ടായതറിഞ്ഞ് സച്ചു നിരന്തരം ഉമ്മയെയും ഉപ്പയെയും വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. ഫോണിലുള്ള വീടിന്റെ പഴയ ദൃശ്യങ്ങൾ മാത്രമാണ് സച്ചുവിനിപ്പോൾ സ്വന്തമെന്ന് പറയാൻ അവശേഷിക്കുന്നത്. ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ സുരക്ഷിതനാണെങ്കിലും ഇനിയൊരിക്കലും ദുരന്തഭൂമിയിലേക്ക് പോകാൻ അവനിഷ്ടമല്ല. ഇതിൻ്റെ ഈ മഴ കണക്കണതിൻ്റെ മുന്നേ എന്താണ് സ്കൂളും മദ്രസൊക്കെ ലീവ് ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ മുന്നേ നല്ല മഴയായിട്ട് കുറച്ച് ലീവ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടുന്ന് പോയിരുന്നു. അന്ന് 2 മക്കളെയും മോനെയും അളിയൻ്റെ ഉമ്മാനെയും കൊടുന്നാക്കിയിരുന്നു. അവിടെ മഴ ആയതുകൊണ്ട് അവിടെ കൊടുന്നാക്കിയിരുന്നു. അങ്ങനെ മക്കളെ ഇനി അന്ന് കണ്ടു. ഓരോ ദുരന്തവും അനാഥരാക്കി കളയുന്ന കുഞ്ഞുങ്ങളെ അതിജീവനത്തിലേക്ക് കൈപിടിക്കുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവൻ ഈ ദുരന്തത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, വയനാട്.